നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മുതിർന്ന പൗരന്മാർക്കുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിലൂടെ 8,913 കോടി രൂപ അധിക വരുമാനമായി നേടി റെയിൽവേ. മുതിർന്ന പൗരന്മാർക്കുള്ള ട്രെയിൻ ടിക്കറ്റുകളിലെ ഇളവുകൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുമ്പോഴാണ് റെയിൽവേ കണക്കുകൾ പുറത്തുവിട്ടത്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ നൽകിയ മറുപടിയിലാണ് റെയിൽവേ ഇക്കാര്യം വ്യക്തമാക്കിയത്. മുതിർന്ന പൗരന്മാർക്കുള്ള ആനുകൂല്യങ്ങൾ പിൻവലിക്കുക വഴി റെയിൽവേ 5 വർഷം കൊണ്ട് 8,913 കോടി രൂപ അധിക വരുമാനം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും 58 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്കും 40 മുതൽ 50% വരെ ഇളവുകളാണ് എല്ലാ ക്ലാസുകളിലുമുള്ള ട്രെയിൻ ടിക്കറ്റുകളിൽ റെയിൽവേ നൽകിയിരുന്നത്. കോവിഡ് വ്യാപന ഘട്ടത്തിൽ 2020 മാർച്ച് 20-നാണ് ആനുകൂല്യങ്ങൾ റെയിൽവേ വെട്ടിക്കുറച്ചത്. 2020 മാർച്ച് 20-നും 2025 ഫെബ്രുവരി 28-നും ഇടയിൽ 31.35 കോടി മുതിർന്ന പൗരന്മാർ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് റെയിൽവേ വ്യക്തമാക്കി. അതേസമയം യാത്രക്കാർക്ക് ശരാശരി 46% കൺസെഷൻ നിലവിൽ റെയിൽവേ നൽകുന്നുണ്ടെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കൊറോണയ്ക്ക് പിന്നാലെ റെയിൽവേ വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങളും സർവീസുകളും പുനഃസ്ഥാപിക്കണമെന്ന് പാർലമെന്റിലടക്കം ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് റെയിൽവേയുടെ ഈ വെളിപ്പെടുത്തൽ.